ഗുഡ് മോർണിംഗ്, പ്രൈസ് ഗോഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഒരിക്കൽ കൂടി മഹത്വപ്പെടട്ടെ. പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ തിരുവചനവുമായി നിങ്ങളുടെ മുൻപിലേക്ക് വരുവാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 91 സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നാം കാണുന്നു: തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും, അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയും ആകുന്നു. ഞാൻ ആ വാക്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു: അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ജീവിതത്തിൻ്റെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ ഇന്ന് കടന്നു പോകുമ്പോൾ, പ്രത്യേകിച്ച് കേരള ജനത വല്ലാത്തൊരു പ്രയാസത്തിലൂടെ, പ്രകൃതിയുടേതാകുന്ന ചില അവസ്ഥകളിലൂടെ, ചില അസ്വസ്ഥതകളിലൂടെയൊക്കെ ഇന്ന് ജനം കടന്നു പോകുമ്പോൾ, ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്നുകൊണ്ട് ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ദൂതറിയിക്കട്ടെ: കർത്താവിനെ ശരണം പ്രാപിക്കുക. കർത്താവ് ഒരു തള്ളക്കോഴി തൻ്റെ കുഞ്ഞിനെ തൻ്റെ ചിറകിൻ്റെ മറവിൽ മറയ്ക്കുന്നത് പോലെ, ആ ചിറകിൻ്റെ കീഴിൽ മറയ്ക്കുന്നത് പോലെ നമ്മെ മറയ്ക്കുന്ന ഒരു നല്ല കർത്താവ് അത്രേ നമ്മുടെ കർത്താവ്. ഞാൻ ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ ആരെയോ നോക്കി ഈ പകൽ ദൂതറിയിക്കട്ടെ: ഒരു റാഞ്ചൽ പക്ഷികൾക്കും നിന്നെയോ നിൻ്റെ കുടുംബത്തെയോ നിൻ്റെ തലമുറയുടെ ഭാവിയെയോ വിട്ടുകൊടുക്കാതെ, അവൻ്റെ ഇഷ്ടത്തിന് നിന്നെ ഏൽപ്പിച്ചു കൊടുക്കാതെ, അവയ്ക്ക് ഇരയാക്കുവാൻ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കാതെ, നിന്നെ സംരക്ഷിപ്പാൻ, നിന്നെ പരിപാലിപ്പാൻ തൻ്റെ ചിറകിൻ്റെ മറവിൽ അവൻ നിന്നെ ഈ നാളുകളിൽ മറയ്ക്കുവാൻ പോകുന്നു. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു: അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമായി ഇരിക്കുവാൻ ഇടയാകും. കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിൽ നമുക്ക് ശരണം പ്രാപിക്കാം. നമ്മെ അവൻ ശത്രുവിൻ്റെ കയ്യിൽ നിന്നും, പ്രതിസന്ധികളുടെ കയ്യിൽ നിന്നും, പ്രതികൂലങ്ങളുടെ കയ്യിൽ നിന്നും, ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാതെ നമ്മെ അവൻ മറയ്ക്കുവാനിടയാകും. അവൻ നമ്മെ കാക്കുവാനിടയാകും. അവൻ നമുക്കായി കരുതുവാനിടയാകും. ദൈവത്തിൻ്റെ വിശ്വസ്തത ജീവിതത്തിൽ ഈ നാളുകളിൽ അനുഭവിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളടയ്ക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ വിശ്വസ്തത തൻ്റെ മക്കൾ അനുഭവിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ ചിറകിൻ്റെ മറവിൽ ഒരു തള്ളക്കോഴി തൻ്റെ കുഞ്ഞിനെ മറയ്ക്കുന്നത് പോലെ ഈ നാളുകളിൽ അങ്ങ് മറയ്ക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു റാഞ്ചൽ പക്ഷികൾക്കും തന്നെയോ തൻ്റെ കുടുംബത്തെയോ തൻ്റെ തലമുറകളെയോ ദൈവം അവയുടെ ഇഷ്ടത്തിന് അവയ്ക്ക് ഇരയാകാനും ദൈവം വിട്ടുകൊടുക്കാതിരിക്കേണ്ടതിനായി ഈ പ്രഭാതത്തിൽ അങ്ങയുടെ ദാസൻ എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ അനുഗ്രഹിക്കുന്നു. മഹത്വം മുഴുവനും അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തൻ്റെ ചിറകിൻ്റെ കീഴിൽ നിങ്ങളെ ഓരോരുത്തരെയും മറയ്ക്കുമാറാകട്ടെ.